Alhamdulillahi Rabbil Alameen. Nahmaduhu wa nasta'inu wa nu'minu bihi wa natawakkalu alayhi wa na'udhu billahi min shururi anfusina wa min sayyiati a'malina. Man yahdihillahu fala mudilla lahu wa man yudlil fala hadiya lahu. Ashhadu an la ilaha illallah wahdahu la sharika lahu. أشهد أن محمدًا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون. اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. أما بعد فإن خير الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل بدعة ضلالة وكل ضلالة في النار. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. ليس البر أن تولوا وجوهكم قبل المشرق والمغرب ولكن البر من آمن بالله واليوم الآخر والملائكة والكتاب والنبيين وآتى المال على حبه ذوي القربى واليتامى والمساكين وابن السبيل والسائلين وفي الرقاب وأقام الصلاة وآتى الزكاة والموفون بعهدهم إذا عاهدوا والصابرين في البأساء والضراء وحين البأس أولئك الذين صدقوا وأولئك هم المتقون. ബഹുമാന്യരായ സഹോദരന്മാരെ, സഹോദരിമാരെ, സർവശക്തനായ സൃഷ്ടാവും സംരക്ഷകനുമായ അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ നിയമങ്ങളും നിർദ്ദേശങ്ങളും വിധികളും വിലക്കുകളും ജീവിതത്തിൻ്റെ എല്ലാ സമയങ്ങളിലും സന്ദർഭങ്ങളിലും സൂക്ഷ്മതയോടെ കാത്തു സൂക്ഷിക്കണം എന്ന് ഓർമ്മപ്പെടുത്തുകയാണ്. അള്ളാഹുവിൻ്റെ സ്വർഗാവകാശികളാകുന്ന, നരകത്തിൽ നിന്ന് രക്ഷപ്പെടുന്ന യഥാർത്ഥ മുത്തഖികളിൽ സർവശക്തൻ നമ്മെ ഏവരെയും ഉൾപ്പെടുത്തുമാറാവട്ടെ. മതം എന്ന് പറഞ്ഞാൽ പൊതുവെ ആളുകളൊക്കെ മനസ്സിലാക്കിയത് ചില ആചാരങ്ങളും ചില അനുഷ്ഠാനങ്ങളുമൊക്കെയാണ് മതം. ആ ആചാരങ്ങളും അനുഷ്ഠാനങ്ങളുമൊക്കെ അനുഷ്ഠിക്കുമ്പോൾ നമ്മൾ ആ മതത്തിൻ്റെ ഭാഗമാകുന്നു എന്ന് ഭൂരിഭാഗം ആളുകളും വിശ്വസിക്കുന്നുണ്ട്. അതിനപ്പുറത്തേക്കുള്ള ജീവിതത്തിൽ, ബന്ധങ്ങളിൽ, ഇടപാടുകളിൽ, സ്വഭാവങ്ങളിൽ, പെരുമാറ്റങ്ങളിൽ, അത്തരം കാര്യങ്ങളിലൊന്നും മതത്തിന് പ്രത്യേകമായിട്ടൊന്നും ഇല്ല എന്നാണ് ഭൂരിഭാഗം ആളുകളും മനസ്സിലാക്കിയിട്ടുള്ളത്. അതുകൊണ്ട് ആരാധനാ കാര്യങ്ങളൊക്കെ, അനുഷ്ഠാനങ്ങളൊക്കെ, ആചാരങ്ങളൊക്കെ കൃത്യമായി ചെയ്യുമ്പോഴും മറ്റു രംഗങ്ങളിൽ വലിയ പരാജയമായി തീരുന്നുണ്ട് നമ്മുടെ സമൂഹം. ഒരു മുസ്ലിം നന്മകളുടെ മാതൃകയായി സമൂഹത്തിൻ്റെ മുമ്പിൽ നിൽക്കേണ്ടവനാണ് എന്നും അവൻ്റെ ജീവിതത്തിലൂടെയാണ് മറ്റുള്ളവർ ഇസ്ലാമിനെ കാണേണ്ടത് എന്നും നമ്മുടെ മതം നമ്മളെ ഉണർത്തുന്നുണ്ട്. എല്ലാ മേഖലയിലും, ഏതൊക്കെ മേഖലയിലേക്ക് ഒരു മുസ്ലിം ഇറങ്ങിച്ചെല്ലുന്നുണ്ടോ അവിടെയൊക്കെ ഉയർന്ന സ്വഭാവ സവിശേഷതകൾ കൊണ്ടും മാനവികമായ മൂല്യങ്ങൾ കൊണ്ടും മാനുഷികമായ പ്രത്യേകതകൾ കൊണ്ടും തീർത്തും വ്യത്യസ്തനാവേണ്ടവനാണ് ഒരു മുസ്ലിം. സ്വഭാവത്തിലും സവിശേഷതകളിലും ഇടപാടുകളിലും ക്രയവിക്രയങ്ങളിലുമൊക്കെ ഇസ്ലാമികമായ നിയമങ്ങളും സൂക്ഷ്മതകളും പാലിക്കാതെ ഇരുന്നാൽ നമ്മുടെ ആചാരങ്ങൾക്കോ അനുഷ്ഠാനങ്ങൾക്കോ
അതുകൊണ്ട് ജീവിതത്തിൽ പ്രത്യേകിച്ച് യാതൊരു ഗുണവും ഉണ്ടാവുകയില്ല എന്നുകൂടി നമ്മുടെ മതം നമ്മളെ പഠിപ്പിക്കുന്നുണ്ട്. ഏറ്റവും തകർന്ന് പൊളിഞ്ഞുപോയ മുഫ്ലിസ് എന്ന ഒരു പദമുണ്ട്. മുഫ്ലിസ് എന്ന് പറഞ്ഞാൽ പാപ്പരായവൻ എന്നാണ് ആ വാക്കിന്റെ അർത്ഥം. പാപ്പരായവൻ. ആരാണ് പാപ്പരായവൻ എന്ന് നിങ്ങൾക്കറിയുമോ എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ സഹാബത്തിനോട് ചോദിച്ചപ്പോൾ അവർ പറഞ്ഞത്, ഞങ്ങളുടെ കാഴ്ചപ്പാടിൽ പാപ്പറായവൻ എന്ന് പറഞ്ഞാൽ കച്ചവടവും കൃഷിയുമൊക്കെ ഉണ്ടായിരുന്നു ഒരു കാലത്ത്, പിന്നീട് അതൊക്കെ പൊളിഞ്ഞ് ഒന്നുമില്ലാതായിപ്പോയ ഒരു മനുഷ്യനാണ് പാപ്പറായവൻ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവരോട് പറഞ്ഞു, എന്നാൽ അൽ മുഫ്ലിസു മിൻ ഉമ്മത്തി, എൻ്റെ സമുദായത്തിലെ പാപ്പറായവൻ എന്ന് പറഞ്ഞാൽ കച്ചവടം നടത്തി പൊളിഞ്ഞു പോയവനോ കൃഷി നടത്തി ഇല്ലാതായവനോ ഒന്നുമല്ല. ഈ ദുന്യാവിൽ എമ്പാടും സൽക്കർമ്മങ്ങൾ ചെയ്ത് ഒരുപാട് സൽക്കർമ്മങ്ങൾ സമ്പാദിച്ചു വെച്ച ഒരു മനുഷ്യൻ സ്വഭാവത്തിൻ്റെയും പെരുമാറ്റത്തിൻ്റെയും ദോഷങ്ങൾ കൊണ്ട് ആ സൽക്കർമ്മങ്ങളുടെ പ്രതിഫലം മുഴുവനും നഷ്ടപ്പെടുത്തി അവസാനം ഒന്നുമില്ലാതെ നരകത്തിലേക്ക് വലിച്ചെറിയപ്പെടുന്ന ആളാണ് എൻ്റെ സമുദായത്തിലെ പാപ്പറായവനെന്ന്. അപ്പോൾ പാപ്പരാവാതിരിക്കാൻ നമ്മളൊക്കെ ശ്രദ്ധിക്കണം. ആവുന്ന നിലക്ക് ആരാധനകളും അനുഷ്ഠാനങ്ങളും ആചാരങ്ങളും ഒക്കെ നിർവഹിക്കുമ്പോൾ ആ സൽക്കർമ്മങ്ങളുടെ പ്രതിഫലം നമുക്ക് നഷ്ടപ്പെടുത്തി കളയുന്ന ഏറ്റവും അപകടകരമായ ഒരു മേഖലയാണ് നമ്മുടെ പെരുമാറ്റങ്ങളും ബന്ധങ്ങളും ഇടപാടുകളും ഒക്കെ. നേരത്തെ പ്രവാചകന്റെ മുമ്പിലുണ്ടായ ഒരു സംഭവം നമ്മൾ ഉദ്ധരിച്ചിട്ടുണ്ട്. രാത്രി മുഴുവനും നിസ്കരിച്ച് പകൽ മുഴുവനും നോമ്പ് നോൽക്കുന്ന ഒരു സ്ത്രീയെക്കുറിച്ച് അയൽവാസികൾ പ്രവാചകനോട് സംസാരിച്ചു. എന്നിട്ട് അവർ പറഞ്ഞത്, അങ്ങനെയൊക്കെയാണെങ്കിലും അവരുടെ നാവ് ഭയങ്കര വിഷമാണ്, ആളുകൾക്ക് പേടിയാണ് അവരുടെ നാവിനെ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പെട്ടെന്ന് മറുപടി പറഞ്ഞത്, വഹിയ ഫിന്നാർ, അവൾ നരകത്തിലാണ് എന്നാണ്. രാത്രി മുഴുവനുമുള്ള നിസ്കാരങ്ങളും പകൽ മുഴുവനുള്ള നോമ്പുകളും അത് അവളെ സ്വർഗത്തിൽ പ്രവേശിപ്പിച്ചില്ല. കാരണം നാവും പെരുമാറ്റങ്ങളും ഇടപാടുകളുമൊക്കെ അപകടകരമായതുകൊണ്ടാണ്. ഞാൻ നിങ്ങളെ ഓതി കേൾപ്പിച്ച ആയത്ത് സൂറത്തു ബഖറയിലെ 177 ആയത്താണ്. സൂറത്തുൽ ബഖറ നമുക്കെല്ലാവർക്കും ഏറെ പരിചിതമായ ഒരു അധ്യായം. ഖുർആനിലെ 2-ാം അധ്യായമാണ് സൂറത്തുൽ ബഖറ. ആ ആയത്ത് ആരംഭിക്കുന്നത് ലൈസൽ ബിർറ അൻ തുവല്ലു വുജൂഹക്കും ഖിബലൽ മശ്രിഖി വൽ മഗ്രിബി. ബിർറ് എന്ന് പറഞ്ഞാൽ പുണ്യം എന്നാണ് അർത്ഥം. നമ്മൾ പുണ്യം ചെയ്യുക എന്നൊക്കെ പറയില്ലേ, ആ പുണ്യം തന്നെ ബിർറ്. ലൈസൽ ബിർറ, പുണ്യം എന്ന് പറഞ്ഞാൽ എന്തല്ല, അൻ തുവല്ലു വുജൂഹക്കും ഖിബലൽ മശ്രിഖി വൽ മഗ്രിബി, നിങ്ങൾ കിഴക്കോട്ടോ പടിഞ്ഞാറോട്ടോ മുഖം തിരിക്കുക, അതല്ല പുണ്യം എന്ന് പറയുന്നത്. കേവലം അനുഷ്ഠാനങ്ങളോ ആചാരങ്ങളോ അല്ല ഈ ബിർറ്. ബിർറ് ഉണ്ടായാലേ സ്വർഗത്തിലെത്തും. ഈ ബിർറ് എന്ന് പറഞ്ഞാൽ കിഴക്കോട്ടോ പടിഞ്ഞാറോട്ടോ മുഖം തിരിച്ചു നിൽക്കുക എന്നതല്ല. വലാഖിന്നൽ ബിർറ, പിന്നെ എന്താണ് പുണ്യം? പുണ്യം എന്ന് പറഞ്ഞാൽ എന്താണ്? ഈ ലോകത്ത് ഒരു മനുഷ്യന് ആർജിച്ചെടുക്കാനുള്ള പുണ്യം എന്താണ്? അത് അള്ളാഹു പറയുന്നത്, മൻ ആമന ബില്ലാഹി വൽ യൗമിൽ ആഖിരി വൽ മലായികതി വൽ കിതാബി വൻ നബിയ്യീന. ഈ ലോകത്തിലെ പുണ്യങ്ങളുടെ കൂട്ടത്തിൽ ഏറ്റവും ശ്രേഷ്ഠമായ പുണ്യം എന്ന് പറയുന്നത് ഈമാൻ തന്നെയാണ്. ഒരു മനുഷ്യനെ മനുഷ്യനാക്കുന്നത് അള്ളാഹുവിലും അന്ത്യനാളിലും മലക്കുകളിലും പ്രവാചകന്മാരിലും വേദഗ്രന്ഥങ്ങളിലും ഖിയാമത്ത് നാളിലും ഒക്കെയുള്ള ശരിക്കുള്ള വിശ്വാസം ഓൻ്റെ മനസ്സിലുണ്ടാവണം. ഞാൻ എന്താ ഇപ്പം ഈ പുണ്യം ചെയ്തിട്ട് കാര്യം എന്ന ചോദ്യത്തിന്, ഈ പുണ്യത്തിന് എനിക്ക് നാളെ പ്രതിഫലം കിട്ടും എന്ന ഒരു ഉത്തരം അവന് കിട്ടാനില്ലെങ്കിൽ പിന്നെ എന്തിനാ ഈ ലോകത്ത് പുണ്യം ചെയ്യുന്നത്? ഈ ലോകത്ത് നന്നായി ജീവിക്കുന്ന മനുഷ്യന്മാരുണ്ട്. ഈ ലോകത്ത് സകല വളവും ഉഡായിപ്പുമായിട്ട് മറ്റുള്ളവരെ നന്നായിട്ട് പിഴിഞ്ഞ് ജീവിക്കുന്ന മനുഷ്യന്മാരുണ്ട്. ഒരുപക്ഷെ നന്നായി ജീവിക്കുന്നവരെക്കാൾ സുഖമായിട്ടായിരിക്കും മറ്റുള്ളവർ ജീവിക്കുക. പണം അവരുടെ കൂടെയായിരിക്കും, സ്വാധീനം അവരുടെ കൂടെയായിരിക്കും, എല്ലാ സൗകര്യങ്ങളും അവർക്കുണ്ടായിരിക്കും. നല്ലതായി തോന്നുന്ന മനുഷ്യന്മാർ കഷ്ടപ്പെട്ട് ഇടങ്ങേറായി ജീവിതത്തിൻ്റെ രണ്ടറ്റങ്ങളെ കൂട്ടിമുട്ടിക്കാൻ പ്രയാസപ്പെട്ട് ജീവിക്കുന്നുണ്ടാവും. എന്താ അപ്പം അങ്ങനെ ജീവിച്ചിട്ട് കാര്യം?
ഒരാൾ വൈകുന്നേരം വരെ പണിയെടുത്ത് കഷ്ടപ്പെട്ട് അധ്വാനിച്ചിട്ട് അയാൾക്ക് 1000 റുപ്യ. ഒരാൾ ചുങ്കത്തറന്ന് ഇടക്കിടക്ക് ബസ് കയറി അതിൻ്റെ ഇടക്ക് മാമ്പോയിൽ നിർത്തൻ്റെ പോക്കറ്റ് അടിച്ച് പാലുണ്ടിറങ്ങി, ഓന് 2000 കിട്ടി. ഈ ലോകത്തെ കിട്ടലാണ് ജീവിതത്തിൻ്റെ വിജയമെങ്കിൽ കൂലിപ്പണി നിർത്തിയിട്ട് പോക്കറ്റ് അടിക്കാൻ പോകുമല്ലോ നല്ലത്. പക്ഷേ ഒന്ന് പുണ്യമാണ്, മറ്റേത് തെറ്റാണ്. പുണ്യത്തിന് കൃത്യമായ പ്രതിഫലം എനിക്ക് നാളെ പരലോകത്ത് കിട്ടും എന്ന വിശ്വാസമില്ലെങ്കിൽ പിന്നെ ഈ നന്മകൾക്ക് എന്ത് പ്രസക്തിയാണ് ഈ ലോകത്ത് ചോദ്യം ചോദിക്കുന്നവൻ്റെ മുമ്പിൽ ഉണ്ടാവുക? അതുകൊണ്ട് ഈ ലോകത്തിലെ പുണ്യം എന്ന് പറഞ്ഞാൽ അതിലേറ്റവും പ്രധാനപ്പെട്ട പുണ്യം എൻ്റെ പുണ്യത്തിന് കൃത്യമായിട്ട് വിചാരണ ചെയ്യപ്പെടുന്ന ഒരു നാളും നാഥനും അതുമായി അതെനിക്ക് പഠിപ്പിച്ചു തരുന്ന പ്രവാചകന്മാരും വേദഗ്രന്ഥങ്ങളും ഒക്കെ ഉണ്ട് എന്ന് ഉറച്ചു വിശ്വസിക്കണം. അതാണ് പുണ്യങ്ങളിൽ ഒന്നാമത്തേത്. വലാകിന്നൽ ബിർറ മൻ ആമന ബില്ലാഹി വൽ യൗമിൽ ആഖിരി വൽ മലായികതി വൽ കിതാബി വൻ നബിയ്യീൻ. ഇനി രണ്ടാമത്തേത് വആതൽ മാല അലാ ഹുബ്ബിഹി. വആതൽ മാല, അവന്റെ സ്വത്തിനെ അവൻ കൊടുക്കലാണ്. എങ്ങനെ ആവുമ്പോ? അലാ ഹുബ്ബിഹി, അതിനോട് ഇഷ്ടമുണ്ടായിരിക്കെ. എങ്ങനെ? പൈസ ഒരുപാടുണ്ട്, ഇനിയിപ്പോൾ പ്രത്യേകിച്ച് ഒന്നും ചെയ്യാല്ല, വയസ്സായി അല്ലെങ്കിൽ വലിയ വലിയ രോഗമൊക്കെ ഉണ്ടായി, ഇനിയിപ്പോൾ ഒന്നും ചെയ്യാല്ല, പൈസ അങ്ങനെ കെട്ടിക്കിടക്കുന്നുണ്ട്, എന്നാ പിന്നെ കുറച്ചങ്ങട്ട് ആ കൊടുത്തല്ല. അതല്ല, ആ പണത്തിനോട് ഇഷ്ടമുണ്ടായിരിക്കെ. പൈസ എനിക്ക് ആവശ്യമുണ്ട്, അത് ചെലവാക്കാൻ എൻ്റെ മുമ്പിൽ 100 വഴികളുണ്ട്, എനിക്ക് ആ പണം കൊണ്ട് വലിയ ആവശ്യങ്ങളുണ്ട്, പണം കിട്ടണമെന്ന ആഗ്രഹമുണ്ട്, അത് ലാഭമാക്കാൻ ഒരുപാട് വഴികൾ എൻ്റെ മുമ്പിലുണ്ട്. അത്തരമൊരു സാഹചര്യത്തിൽ അവൻ്റെ പണത്തിൽ നിന്ന് ആവശ്യമുള്ള ഒരാൾക്ക്, സഹായം ആവശ്യമുള്ള ഒരാൾക്ക് അവൻ കൊടുക്കുക. വാതൽ മാല അലാ ഹുബ്ബിഹി, ആ ധനത്തിനോട് ഇഷ്ടമുണ്ടായിരിക്കെ. ആ ഇഷ്ടമെന്നത് നമ്മൾ പ്രത്യേകം കാണണം കേട്ടോ. അല്ലാഹു തആല ഖുർആനിൽ തൊട്ടപ്പുറത്ത് പറയുന്നുണ്ട്, ലൻ തനാലുൽ ബിർറ ഹത്താ തുൻഫിഖു മിമ്മാ തുഹിബ്ബൂൻ. ഏതൊരു ഇസ്ലാമിൽ നമ്മൾ ചെയ്യുന്ന ഏതൊരു ദാനധർമ്മത്തിൻ്റെയും ബേസാണ് എന്താണ്? ലൻ തനാലുൽ ബിർറ, നിനക്ക് പുണ്യം കിട്ടുകയില്ല, നീ പുണ്യം കരസ്ഥമാക്കുന്നില്ല, നീ ചെയ്യുന്നത് പുണ്യമാകുന്നില്ല. ഹത്താ തുൻഫിഖു മിമ്മാ തുഹിബ്ബൂൻ, നീ ഇഷ്ടപ്പെടുന്നതിൽ നിന്ന് നീ ചെലവഴിക്കുന്നത് വരെ. എനിക്ക് വേണ്ടാത്ത ആ ജനലുണ്ടല്ലോ, എൻ്റെ പഴയ ജനല, അത് എനിക്ക് വേണ്ട, അത് കൊണ്ടേക്കോ, അതല്ല പുണ്യം. എൻ്റെ വീട്ടിൻ്റെ ചുമരിൽ വെക്കാൻ ഒരു ജനല് ഞാൻ പണി കഴിപ്പിച്ച് പണിക്കാരെ കാത്തിരിക്കുമ്പോൾ അയൽക്കാരമെന്ന് പറയണേ, എൻ്റെ വീടിൻ്റെ ചുമര് കെട്ടാൻ, അതിപ്പോൾ ആ ജനൽ വെച്ചില്ലെങ്കിൽ കെട്ടാൻ കഴിയില്ല, എനിക്കൊരു ജനൽ വാങ്ങാൻ അപ്പം പൈസ അല്ല, കുറച്ച് കഴിഞ്ഞാൽ ഉണ്ടാവും, തൽക്കാലം നിങ്ങൾ ജനലൊന്ന് തരുമോ? എടാ എൻ്റെ പണിക്കാരപ്പം നാളെ മറ്റന്നാളെ വരാമെന്ന് പറഞ്ഞേനെ, ആ ഒരു കാര്യം വെച്ച് കൊണ്ടേക്കോ, ഞാൻ നാളേക്ക് വേറെ ഉണ്ടായിക്കോളാം. വലാകിന്നൽ ബിർറ, അതാണ് ഹത്താ തുൻഫിഖു മിമ്മാ തുഹിബ്ബൂൻ. നേന്ത്രവാഴ ഇങ്ങനെ കൃഷി ചെയ്തിട്ട് മൂക്കണിന് മുമ്പ് ഒന്നായിട്ട് കാറ്റടിച്ച് റുക്കൂൽ ഇങ്ങനെ നിൽക്കുമ്പോൾ അയൽവക്കക്കാരോടൊക്കെ വെട്ടിക്കൊണ്ടേക്കോളി, നിങ്ങളൊക്കെ ഞാൻ തന്നാലല്ലാതെ നിങ്ങൾക്ക് തിന്നാൻ കിട്ടൂലല്ലോ. അതല്ല പുണ്യം. നല്ല കിലോക്ക് 55 റുപ്യ വിലയുള്ള സമയത്ത് കൊല ഇങ്ങനെ വെട്ടുമ്പോൾ ആ മൂത്ത കായ് കൊടുക്കാൻ നമുക്ക് തോന്നുന്നുണ്ടോ? അതാണ് പുണ്യം. ലൻ തനാലുൽ ബിർറ ഹത്താ തുൻഫിഖു മിമ്മാ തുഹിബ്ബൂൻ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ഈ ആയത്ത് ഇറങ്ങിയപ്പോൾ മദീനയിലെ ഒരു സ്വഹാബി അദ്ദേഹം റസൂലുള്ളാഹിന്റെ അടുത്ത് വന്നിട്ട് പറഞ്ഞു, റസൂലേ, ഇങ്ങനെ ഒരു ആയത്ത് ഇറങ്ങിയതായിട്ട് കേട്ടല്ലോ. ഒരായത്ത് അവതരിച്ചിട്ടുണ്ട്, ലൻ തനാലുൽ ബിർറ ഹത്താ തുൻഫിഖു മിമ്മാ തുഹിബ്ബൂൻ, നിങ്ങൾ ഇഷ്ടപ്പെടുന്നതിൽ നിന്ന് നിങ്ങൾ ചെലവഴിക്കുന്നത് വരെ നിങ്ങൾക്ക് പുണ്യം കിട്ടൂല. അപ്പം അദ്ദേഹം മദീനയിൽ അറിയപ്പെടുന്ന ഒരു കൃഷിക്കാരനാണ്, കർഷകനാണ്. അദ്ദേഹം ഒരുപാട് ഈത്തപ്പനത്തോട്ടങ്ങൾ സ്വന്തമായിട്ടുള്ള ആളാണ്. അദ്ദേഹത്തിന് ഒരു ഈത്തപ്പഴത്തോട്ടമുണ്ട് പ്രവാചകന്റെ പള്ളിയുടെ തൊട്ട് മുമ്പ് തന്നെ. ആ മദീന പട്ടണത്തിൻ്റെ ഹൃദയഭാഗത്താണ്, മസ്ജിദുൻ നബവിയുടെ മുമ്പ് തന്നെ. ആ തോട്ടത്തിൻ്റെ പ്രത്യേകത എപ്പോഴും വെള്ളം കിട്ടുന്ന ഒരു തോട്ടമാണ്. അതുകൊണ്ട് തന്നെ കിളികളും ആളുകളുമൊക്കെ എപ്പോഴും കടന്നു പോരാൻ ഇഷ്ടപ്പെടുന്ന ഒരു തോട്ട. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഇടക്കിടക്ക് ആ തോട്ടത്തിലേക്ക് ഇറങ്ങും. അവിടുത്തെ വെള്ളം പ്രവാചകൻ മുഖം കഴുകാനൊക്കെ ഉപയോഗിക്കും. ആ തോട്ടത്തിൻ്റെ തണലിൽ പ്രവാചകൻ ഇരിക്കും. അത്ര പ്രസിദ്ധമായ ആ മദീനയുടെ ഹൃദയഭാഗത്തുള്ള തോട്ടമോ അദ്ദേഹം പ്രവാചകനോട് പറഞ്ഞു, റസൂലേ, എൻ്റെ തോട്ടങ്ങളുടെ കൂട്ടത്തിൽ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട തോട്ടം ഇതാണ്, ബൈറുഹാ എന്നാണ് ആ തോട്ടത്തിൻ്റെ പേര്. ഞാനത്
അള്ളാഹുവിൻ്റെ മാർഗത്തിൽ ദാനം ചെയ്യാൻ ആഗ്രഹിക്കുന്നു. കാരണം ഏറ്റവും ഇഷ്ടപ്പെട്ടതിൽ നിന്ന് ചെലവഴിക്കുമ്പോഴേ പുണ്യം കിട്ടൂ എന്നാണല്ലോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. വളരെ മനോഹരമായ ഒരു കർമ്മം, നീ അത് നിന്റെ അടുത്ത കുടുംബങ്ങൾക്ക് നീ അത് വിഹിതം വെച്ച് കൊടുത്തോ, അവരുപയോഗിക്കട്ടെ. അവിടെ രണ്ട് പുണ്യമുണ്ട്. ദാനധർമ്മങ്ങൾ ചെയ്യുമ്പോൾ അത് അടുത്ത കുടുംബങ്ങൾക്കാകുമ്പോൾ അതിന് പുണ്യം കൂടുന്നാണ്. ഒന്ന്, ദാനധർമ്മം ചെയ്ത കൂലി. രണ്ട്, കുടുംബബന്ധം ചേർത്ത കൂലി. നമ്മുടെ കൂട്ടത്തിൽ ചില ആൾക്കാരുണ്ട്, കാലിച്ചായക്ക് പൈസ ഇല്ലാത്ത ബാപ്പാർ ഇങ്ങനെ ഇരിക്കുമ്പോൾ മക്കൾ ഇങ്ങനെ പൈസ അവിടെ കൊടുക്കാൻ ലക്ഷം, ഇവിടെ ലക്ഷം ഒരു പൈസ കൊണ്ട് ഇങ്ങനെ വലിച്ചത്. ധാർമ്മിഷ്ഠനാണ്, ദാനധർമ്മത്തിൻ്റെ ആളാണ്. സോഷ്യൽ മീഡിയയിലൊക്കെ ഭയങ്കര അങ്ങനെ കത്തിപ്പൊന്തും. സ്വന്തം ബാപ്പ ഒരു കാലിച്ചായക്ക് ഗതിയില്ലാതെ വീടിൻ്റെ മുറ്റത്ത് ഇങ്ങനെ ചുരുണ്ടിരിക്കുന്നുണ്ടാവും അല്ലേ. അപ്പോൾ ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഇങ്ങനെ ഇങ്ങോട്ട് കൊടുക്കാൻ പറ്റണമെങ്കിൽ എനിക്ക് സമ്പത്തിനോട് ഇഷ്ടമുണ്ടായിരിക്കെ, സമ്പത്ത് ആവശ്യമുണ്ടായിരിക്കെ അതാണ് കൊടുക്കണമെങ്കിൽ എനിക്ക് അത് കൊടുത്താൽ നാളെ എനിക്ക് തിരിച്ചു കിട്ടും റബ്ബിൻ്റെ അടുത്ത് എന്ന പൂർണ്ണ വിശ്വാസം ഉണ്ടെങ്കിലേ കൊടുക്കാൻ പറ്റുള്ളൂ, അല്ലെങ്കിൽ കൊടുക്കാൻ കഴിയില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചോദിച്ചു, അയ്യു സ്വദഖത്തി അഫ്ളൽ, ഏറ്റവും ശ്രേഷ്ഠമായ സ്വദഖ ഏതാണ്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എന്നറിയോ, നീ ആരോഗ്യവാനായിരിക്കെ, നിനക്ക് പണത്തിന് ക്ഷാമമുണ്ടായിരിക്കെ, നിന്റെ കയ്യിലുള്ള പണം കൊണ്ട് നിനക്ക് 100,000 ആവശ്യങ്ങൾ ഉണ്ടായിരിക്കെ, ആ സമയത്ത് നീ ചെയ്യുന്ന ധർമ്മമാണ്, ദാനമാണ് ഏറ്റവും ശ്രേഷ്ഠമായ ദാനം. ബിർറ് നിങ്ങൾക്ക് മനസ്സിലാവുണ്ടാവൂലേ? എന്താ ബിർറ് എന്ന് പറഞ്ഞാൽ? ഹജ്ജുൻ മബ്റൂർ എന്ന് കേട്ടിട്ട് നിങ്ങൾ? എന്താ ഹജ്ജുൻ മബ്റൂർ എന്ന് പറഞ്ഞാൽ? ബിർറ് നിറഞ്ഞ ഹജ്ജ് എന്നാ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചോദിച്ചു, എന്താ റസൂൽ ഹജ്ജുൻ മബ്റൂർ പറഞ്ഞാൽ? എന്താ റസൂൽ പറഞ്ഞാൽ? നിങ്ങൾ ആളുകൾക്ക് ഭക്ഷണം കൊടുക്കുക, ഹജ്ജിൻ്റെ ആൾക്കാർക്ക് അവരോട് നല്ല നിലക്ക് പെരുമാറുക, അവരോട് നല്ല നിലക്ക് സംസാരിക്കുക, ആ ഹജ്ജാണ് ഹജ്ജുൻ മബ്റൂർ അല്ലേ. അപ്പോൾ ഇവിടെ ആ ധനത്തിനോട് ഇഷ്ടമുണ്ടായിരിക്കെ അത് നീ കൊടുക്കുക. ആർക്കൊക്കെ? ദവിൽ ഖുർബ. ഒന്ന്, അടുത്ത കുടുംബങ്ങൾക്ക്. കുടുംബങ്ങൾക്ക് കൊടുക്കാനുള്ള മടി എന്താ പറയുക നമുക്ക്? കുടുംബങ്ങൾക്ക് കൊടുത്താൽ ആൾക്കാരതൊരു വലിയ ദാനമായിട്ടൊന്നും കാണൂല. ഞാൻ എൻ്റെ വാപ്പാക്കാളാപ്പാക്കോ അമ്മോനോ അമ്മേനോ കുട്ടിയൊക്കെ 1000 10,000 കൊടുത്താൽ അതോ കൊടുക്കേണ്ടതല്ലേ? എന്നാൽ നേരെ മറിച്ച് അപ്പുറത്ത് വൃക്കക്കോ കുട്ടികളെ കെട്ടിക്കാനോ വീടുണ്ടാക്കാനോ ഒക്കെ ഞാൻ തോനെ കൊടുത്താവും ഭയങ്കര കേട്ടോ. ആ ഒരു പ്രശംസാ വാക്കുകൾക്ക് വേണ്ടി പല ആൾക്കാരും കൊടുക്കുകയാണ്. അവനാൻ്റെ ആൾക്കാർക്ക് കൊടുത്താൽ അതാരും അറിയില്ലല്ലോ. പക്ഷെ ഇസ്ലാമില് നിങ്ങളുടെ ദാനധർമ്മങ്ങൾ ഏറ്റവും ശ്രേഷ്ഠമാകുന്നത് അത് അവിടെ തുടങ്ങുമ്പോഴാണ്. ബന്ധങ്ങളിൽ തുടങ്ങുക, ഏറ്റവും അടുത്ത ബന്ധങ്ങളിലാണ് ആദ്യം തുടങ്ങേണ്ടതെന്ന് അർത്ഥം. വാത്തൽ മാല അലാ ഹുബ്ബിഹി ദവിൽ ഖുർബ വൽ യതാമ, അനാഥർക്ക്, പിതാക്കൾ നഷ്ടപ്പെട്ടു പോയി ജീവിതത്തിൻ്റെ മുമ്പിൽ പകച്ചു നിൽക്കുന്ന കുട്ടികളുണ്ടാവും, അവർക്ക്. വൽ മസാക്കീൻ, മിസ്കീന്മാർക്ക്. ആരാ മിസ്കീൻ? പ്രാരാബ്ദങ്ങളും ബുദ്ധിമുട്ടുകളും മറ്റുള്ളവർ അറിയാതെ സ്വന്തം ബുദ്ധിമുട്ടുകളും പ്രയാസങ്ങളും കടിച്ച് പിടിച്ച് ജീവിക്കുന്ന ആൾക്കാരുണ്ടാവും. ചില ആളുകളുണ്ട്, അവനാൻ്റെ പ്രയാസം എല്ലാവരോടും പറയും, എനിക്ക് ബുദ്ധിമുട്ടാണ്, പ്രയാസമാണ്, മരുന്നങ്ങ പൈസ ഇല്ല, ഭക്ഷണത്തിന് പൈസ ഇല്ല, വീട് അങ്ങനെയാണ് ഇങ്ങനെയാണ്, ഫക്കീറാണത്. പക്ഷെ മിസ്കീൻ അങ്ങനെയല്ല. മിസ്കീൻ അറിയണമെങ്കിലേ ഓൻ്റെ കണ്ണുകളിലേക്ക് നോക്കണമെന്നാ. ഇപ്പം അങ്ങനെ നോക്കാനൊന്നും ആരുമില്ല. മുഖത്തേക്ക് നോക്കാനൊക്കെ എല്ലാവർക്കും മടിയാണ്. മുഖത്തേക്ക് നോക്കേണ്ടി വന്നാൽ പോലും മുഖം കാണാൻ മടി. അതുകൊണ്ട് തന്നെ ഒരു മനുഷ്യൻ്റെ പ്രാരാബ്ദങ്ങളും ബുദ്ധിമുട്ടും ഒന്നും ഇങ്ങോട്ട് ഒപ്പിയെടുക്കാൻ പലപ്പോഴും നമുക്ക് പറ്റണില്ല. പലരുടെയും പ്രാരാബ്ദങ്ങൾ പറയുമ്പോൾ അതൊക്കെ കെട്ടുകഥകൾ പോലെ ഇങ്ങനെ അത്രയൊന്നും ഉണ്ടാവില്ലേക്കാരം, അങ്ങനെയൊന്നും ഉണ്ടാവില്ലേക്കാരം. ഏതൊരു പുസ്തകത്തിൽ വായിച്ചിട്ടുണ്ട്, അവനവൻ അനുഭവിക്കാത്തതൊക്കെയും കെട്ടുകഥകളായിട്ട് തോന്നുന്നതാണ്. അപ്പോൾ പ്രയാസങ്ങളും ബുദ്ധിമുട്ടൊക്കെ ഇങ്ങനെ മുറുക്കി പിടിച്ച് ഉള്ളതുകൊണ്ട് കഷ്ടപ്പെട്ട് ജീവിക്കുന്ന ആൾക്കാർ നമ്മുടെ അടിയിലൊക്കെ ഉണ്ടാവും. തിരുമ്പി പിഞ്ഞിപ്പോയ വസ്ത്രങ്ങൾ അല്ലേ, ഓരോ ജീവിതം തന്നെ നോക്കിയാൽ ഇങ്ങനെ കാണും. നമ്മുടെ അടിയിൽ കൂടെ ചിരിച്ച് കളിച്ച് ഉഷാറായ പോലെ എല്ലാത്തിനും ഉണ്ടാവും, ഒരു പ്രയാസം പറയില്ല. അങ്ങനത്തെ മിസ്കീൻ. വബിന സബീൽ, സബീൽ പറഞ്ഞാൽ വഴിയാത്രക്കാരാണ്. ദീർഘമായിട്ട് യാത്ര ചെയ്യുന്ന ആൾക്കാരുണ്ടാവും. ചിലപ്പോൾ കാശൊക്കെ നാട്ടിൽ പൈസക്കാരനേക്കാരൻ കാശൊക്കെ തീർന്നു പോയിട്ട് ഗതിയില്ലാതെ കഷ്ടപ്പെട്ടു പോയ ആളുകളുണ്ടാവും. വസായിലീൻ, ചോദിച്ചു വരുന്ന ആൾക്കാർ, എനിക്ക് വേണം, എനിക്ക് കഷ്ടപ്പാടുണ്ട്, ബുദ്ധിമുട്ടുണ്ട്, പ്രയാസമുണ്ട്, വേണം എന്ന് പറഞ്ഞ് ചോദിച്ചു വരുന്ന ആൾക്കാരുണ്ടാവും. അതേപോലെ തന്നെ
വഫിർ റിഖാബ്. റിഖാബ് എന്ന് പറഞ്ഞാൽ അടിമ വിമോചനാണ്. ഇപ്പൊ നമുക്ക് അത്ര അങ്ങോട്ട് ഈ അടിമ വിമോചനത്തിന്റെ ഒരു പ്രശ്നപ്പല്ല. അതായത് ഈ പഴയ കാലത്ത് അടിമകൾ, ഈ അടിമകളെ ചില യജമാനന്മാർ പറയും, ഇത്ര പണം നീ തന്നാൽ ഞാൻ നിന്നെ സ്വതന്ത്രനാക്കാം. അയാൾ കഷ്ടപ്പെട്ട് പണിയെടുത്ത് ആ പണമുണ്ടാക്കി യജമാനന് കൊടുത്ത് തൻ്റെ സ്വാതന്ത്ര്യത്തിന് വേണ്ടി കഷ്ടപ്പെടുന്ന അടിമകൾ ഉണ്ടാവാം. അവർക്കൊക്കെ നിങ്ങളുടെ സ്വത്ത്, ആ സ്വത്ത്, നിങ്ങളുടെ കയ്യിലുള്ള പണം, ആ പണം നിങ്ങൾക്ക് ആവശ്യമില്ലാത്തതല്ല, നിങ്ങൾക്ക് ആവശ്യമുള്ളതാണ്. ആ പണത്തിൽ നിന്ന് നിങ്ങൾ ചെലവഴിക്കുക. ഇതാണ് പുണ്യം. അതേപോലെ വാക്കാമസ്വലാത്ത്, നിസ്കാരം കൃത്യമായിട്ട് വീഴ്ചയില്ലാതെ പൂർണ്ണമായിട്ട് നിർവഹിക്കുക. സക്കാത്ത് കൊടുക്കുക. അപ്പൊ ഈ പറഞ്ഞതോ, ഇപ്പൊ ഈ പറഞ്ഞ ഏതാ? നിങ്ങളെ സ്വത്തുനിന്ന് കൊടുക്കണം പറഞ്ഞേ, അത് സദഖയാണ്. ഇത് സക്കാത്ത്. ചില ആൾക്കാർ ഞാൻ ബാപ്പാക്ക് കൊടുക്കലുണ്ട്, അത് സക്കാത്ത് കൂട്ടാൻ പറ്റുമോ? ഞാൻ പള്ളിപ്പണിക്ക് 50,000 കൊടുത്തിക്കണ്, അത് സക്കാത്ത് കൂട്ടാൻ പറ്റുമോ? ഞാൻ അങ്ങനെ മറ്റവൻ്റെ കുട്ടിനെ കെട്ടിച്ചാൻ ഒരു 25,000 കൊടുത്തിനി, അത് സക്കാത്തിൽ കൂട്ടാൻ പറ്റുമോ? ആൾക്കാർക്ക് എന്താ ഇടങ്ങേറാ? നിങ്ങൾ 100 ഉറുപ്പ്യ ഉണ്ടെങ്കിൽ 2 ഉറുപ്പ്യ 50 പൈസ ഉള്ളൂ ഈ സക്കാത്തെ. ബാക്കി 97-50 നമ്മളെ കയ്യിലില്ലേ? അതിന് കൊടുത്തൂടെ ഈ ബാപ്പാക്കും പള്ളിക്കും അപ്പുറത്തും ഇപ്പുറത്തും ഒക്കെ? സക്കാത്ത് എന്ന് പറഞ്ഞാൽ സ്വത്തിൻ്റെ കൃത്യമായ കണക്ക് കൂട്ടി അതിൻ്റെ നിസാബ് കണക്കാക്കി അതിൻ്റെ അവകാശികൾക്ക് കൊടുക്കേണ്ട രൂപത്തിൽ അത് ഭംഗിയായി കൊടുക്കുന്ന അതൊരു പ്രത്യേക പാക്കേജ് തന്നെയാണ് സക്കാത്ത്. നമ്മൾ അവിടെ കൊടുക്കുമ്പോൾ 1000 കൊടുത്തു, ഇവിടെ കല്യാണത്തിന് ഇപ്പോൾ 2000 കൊടുത്തു, അവിടെ ആരോ ആശുപത്രിയിൽ കണ്ടപ്പോൾ 500 കൊടുത്തു. അതൊക്കെ നിങ്ങൾ സക്കാത്തിൻ്റെ കണക്കൊക്കെ എഴുതിയിട്ട് പൂർത്തിയാക്കണ്ട. അത് സദഖയായിട്ട് കിടക്കട്ടെ. സക്കാത്ത് അത് വേറെ തന്നെയാണ്, അത് വേറെ ചട്ടക്കൂടിൻ്റെ ഉള്ളിലുള്ള ഒരു കർമ്മമാണ്. അപ്പം സക്കാത്ത് കൊടുക്കുന്നവരാണ്. പിന്നെ കരാറുകൾ ചെയ്താൽ ആ കരാറുകൾ പൂർത്തിയാക്കുന്നതാണ്. അതാണ് പുണ്യം. അതും പുണ്യം. അതാണ് പുണ്യം എന്ന് പറഞ്ഞത്. ഏത്? ഒരു കരാറ് ചെയ്താൽ അത് വാക്കാലോ എഴുതിയായിട്ടോ സാക്ഷികൾ ഉണ്ടായിട്ടോ ഇല്ലാതെയോ ഒരു കരാറ് കൊടുക്കാം, വാങ്ങാം, തരാം, വരാം, പറയാം. ഒരു കരാർ ചെയ്താൽ അവർ അവരുടെ കരാറുകളെ പൂർത്തിയാക്കും. ഇതാഹദും, അവർ കരാർ ചെയ്താൽ. ഇത് വലിയ വിഷയമാണ്. അതൊക്കെ ഇപ്പൊ ഇസ്ലാമാ. നിസ്കരിച്ചാൽ പോരെ? ഞാൻ നിസ്കരിച്ചിട്ടുണ്ടല്ലോ. നിസ്കാരം കഴിഞ്ഞ് പള്ളിൻ്റെ പുറത്തിറങ്ങിയിട്ട് കച്ചവടത്തിൽ ഇടപാടുകളിലൊക്കെ പറഞ്ഞത് പറഞ്ഞിട്ടില്ല, കൊടുത്തത് കിട്ടിയിട്ടില്ല, വാങ്ങിയത് വാങ്ങിയിട്ടില്ല, എന്തൊക്കെ പറയും. എന്നിട്ട് പറയും അസ്തഗ്ഫിറുല്ലാഹ്. പടച്ചോ എന്താ പൊട്ടനാണല്ലേ അല്ലേ? അപ്പൊ കരാർ പാലിക്കുക എന്ന് പറഞ്ഞാലേ അതൊരു മുസ്ലിമിന്റെ അടിസ്ഥാനപരമായ ഗുണം. ഈ കപടവിശ്വാസി ഉണ്ടല്ലോ, ഒരാൾ മുസ്ലിം അല്ലാതായി കഴിഞ്ഞാൽ പിന്നെ അയാൾ എത്തിപ്പെടുന്ന കുറെ സ്ഥലങ്ങളുണ്ട്. മുശ്രിക്കാവാം, കാഫിറാവാം. അതിൽപ്പെട്ട ഒരിടമാണ് മുനാഫിക്ക്. ഈ മുനാഫിക്കിന്റെ പ്രത്യേകത എന്താ? നിങ്ങൾ നാളെ പരലോകത്ത് ഏറ്റവും ഭീകരമായ ശിക്ഷയ്ക്ക് വിധേയനാകുന്നത് മുനാഫിക്കായി. കാരണം ഇന്നൽ മുനാഫിഖീന ഫിദ്ദർക്കിൽ അസ്ഫലി മിനന്നാർ, നരകത്തിന്റെ ഏറ്റവും അടിത്തട്ടിൽ മേലുള്ള ആൾക്കാരൊക്കെ കത്തിക്കരിഞ്ഞ് അവരുടെ ചെലവും ചോരയും ഒക്കെ ഉരുകി തളച്ചു മറിയുന്ന നരകത്തിന്റെ ആ അടിത്തട്ടിലെ ഭീകരമായ ഭീവത്സമായ ഭയാനകമായ ലോക ഈ മുനാഫിക്കുകൾക്കുള്ളത്. ആ മുനാഫിക്കിന്റെ 4 അടയാളങ്ങൾ റസൂൽ പറഞ്ഞേ. 4 അടയാളങ്ങൾ ഉണ്ടെങ്കിൽ അവൻ മുനാഫിക്കേ കാരണം. ഒന്നെന്താണ്? സംസാരിച്ചാൽ കളവ് പറയും. നാവുമെന്ന് കളവ് പറയാൻ ഒരു മടി ഉണ്ടാവില്ല, തപ്പും കൂടില്ല. കളവ്. ചിലപ്പോൾ നമുക്ക് തന്നെ അഭിമാനം തോന്നാവും ആ സമയത്ത്. അങ്ങനെ പറയാൻ എനിക്ക് തോന്നിയാലോ ഞാൻ ഭയങ്കര ബുദ്ധിമാനാട്ടോ. ബുദ്ധിൻ്റെ ഊക്കല്ല, നമ്മുടെ നാശത്തിൻ്റെ ആഴാണ്. ഒരു തപ്പലില്ലാതെ, ഒരു പതർച്ചയില്ലാതെ. ചിലപ്പോഴൊക്കെ ഈ പോളിഗ്രാഫ് എന്ന് പറയല്ലേ, നുണ പരിശോധനാ സംവിധാനമല്ലേ. നമ്മൾ ഈ ചില കുറ്റവാളികളൊക്കെ, ക്രിമിനൽ കുറ്റവാളികളൊക്കെ പോലീസ് പിടിച്ചാൽ അവർ സത്യം പറയാൻ മടിക്കുമ്പോൾ, കളവെന്നെങ്ങനെ സത്യമായി പറയുമ്പോൾ അവരുടെ ശരീരത്തിൽ ചില ഉപകരണം, നമ്മൾ ഈ എന്താ പറയുക, ECG ഒക്കെ എടുക്കുന്ന പോലെ ചില ഉപകരണമൊക്കെ വെച്ചിട്ട് ശരീരത്തിൻ്റെ, അതായത് നമ്മൾ കളവ് പറയുമ്പോൾ നമ്മുടെ ശരീരത്തിൽ ചില മാറ്റങ്ങൾ ഉണ്ടാവുന്ന, രക്തസഞ്ചാരത്തിൽ, ശരീരത്തിൻ്റെ ചൂട്, ഉഷ്ണം, അതേപോലെ ഹൃദയമിടിപ്പ്, ആ മാറ്റങ്ങളൊക്കെ പരിശോധിച്ചിട്ട് ഇവൻ പറയുന്നത് സത്യമാണോ കളവാണോ എന്ന് പരിശോധിക്കാനുള്ളൊരു മാർഗം, ശാസ്ത്രീയമായ മാർഗമാണ്. അപ്പോൾ ആ മാർഗത്തിന് പോലും പിടിക്കാൻ കിട്ടാത്ത രൂപത്തിൽ വളരെ കൂളായിട്ട്, നോർമലായിട്ട്,
അത് കളവാണെന്ന് ഒരിക്കലും തോന്നാത്ത വിധം കളവിനങ്ങട്ട് നോർമലൈസ് ചെയ്ത ആൾക്കാരുണ്ടാവും. അത് വലിയ ബുദ്ധിയോ കഴിവൊന്നുമല്ല, അതവൻ്റെ തകർച്ചയുടെ പതനത്തിൻ്റെ ഏറ്റവും വലിയ സ്റ്റെപ്പാണ് അല്ലേ. ഇതാ ഹദ്ദസ കദബ, സംസാരിച്ച കളവൻ. രണ്ടാമത്തേത് കരാറ് ചെയ്താൽ ലംഘിക്കും. ഒരാളും ഓൻ പറഞ്ഞിട്ട് വിശ്വസിക്കാൻ കഴിയില്ല. ഓൻ വരാന്ന് പറഞ്ഞാ ഓനല്ലേ, ഓൻ വരാറിനാ വരും. ആ വാക്കുകളെ കരാറ് ചെയ്താൽ അത് ലംഘിക്കുക. അതിന് മടിയില്ല. ഞാൻ അങ്ങനെ ഒരു കാര്യം പറഞ്ഞിട്ടുണ്ടല്ലോ, ഞാൻ അങ്ങനെ കരാറുണ്ടല്ലോ, എന്ത്. പിന്നെ ഇദഅ്തുമിന ഖാന, വിശ്വസിച്ചാൽ ചതിക്കുക. ഒരാൾ വിശ്വസിച്ചാൽ ആ വിശ്വസിച്ചവനെ വളരെ കൂളായിട്ടാണ് ചതിക്കും. നല്ല സുഖമാണല്ലോ വിശ്വസിച്ചവനെ ചതിക്കാൻ, നല്ല സുഖം അല്ലേ. കളവുകളുടെ കൂട്ടത്തിൽ ഏറ്റവും ഏറ്റവും കഠിനമായ ഏറ്റവും ഭീകരമായ കളവേതാ നിങ്ങൾ? ഞാൻ പറഞ്ഞത് സത്യമാണെന്ന് വിശ്വസിക്കുന്നവരോട് പറയുന്ന കളവാ. ചെറിയ കുട്ടികളെ കൂടി വന്നു കണ്ടേ ചില കാര്യങ്ങൾ പറയുമ്പോൾ നമ്മൾ ഓരോട് വളരെ കൂളായിട്ട് രക്ഷപ്പെടാൻ വേണ്ടി ചില കളവ് പറയും. പാവങ്ങൾ സന്തോഷത്തോടെ കൈയൊട്ടിട്ടാവും, പാപ്പ വരുമ്പോൾ കൊണ്ടുവരട്ടോ, എന്ത് കൊണ്ടുവരും അല്ലേ. ഭാര്യയോട്, ഭർത്താവിനോട്, മാതാപിതാക്കളോട്, അടുത്ത സുഹൃത്തുക്കളോട്, വിശ്വസിക്കുന്ന ആളുകളോട് കളവ് പറയാം. അത് ഏറ്റവും കടുത്ത കളവാണ്. അപ്പോൾ വിശ്വസിച്ച ഒരാളെ ചതിക്കുക. അപ്പം നമ്മുടെ ഒരു സാധനം ഒരാൾക്ക്, നമുക്ക് ആ സാധനത്തെ പറ്റി അത്ര പരിചയമില്ല, നമ്മളൊരാളെ ഏൽപ്പിക്കുക, നിങ്ങൾ എനിക്കൊരു സാധനം വാങ്ങിത്തരണ, ഓനെ വിവരമില്ലാത്തണ, ഓനെ നന്നായിട്ട് ചാമ്പ, ദേ അങ്ങനെയാണ് ഇങ്ങനെയാണ് ആനയാണ് ചേനയാണ് എന്നൊക്കെ പറഞ്ഞിട്ട് ഓനെ കെട്ട് എന്താ പറയുക, അണ്ട് പാപ്പറാക്കി കളയും. എന്താണ്? ഓനെ വിവരമല്ല, ഓൻ നമ്മൾ പറഞ്ഞാൽ കേൾക്കും, അങ്ങനെ പറയണേ. നോക്ക്, ഓനെ ഈ പറഞ്ഞാൽ കേൾക്കും, അതുകൊണ്ട് ഓനോട് ഇജ്ജ് സംസാരിക്കണം കേട്ടോ എന്നാ പറയാം ഇല്ലേ. വിശ്വസിച്ചവനെ ചതിക്കുക. ഈ 3 കാര്യങ്ങൾ ഉണ്ടെങ്കിൽ തന്നെ മുനാഫിക്കായിന. ഇനി 4ാമത്തെ കാര്യം റസൂൽ പറഞ്ഞ ഏതാ? നിങ്ങൾ തെറ്റിയാൽ ചീത്ത പറയാം. അതുവരെ ഉണ്ടല്ലോ നല്ല നല്ല എന്താ പറയുക, അങ്ങനെ തേങ്ങയും ശർക്കരയും കണ്ടമാർക്ക് ഒപ്പയിക്കാരം. എന്തെങ്കിലും കാരണത്താൽ 2 അഭിപ്രായമായി കഴിഞ്ഞാണ്ടല്ലോ പിന്നെ ഇല്ലാത്ത കുറ്റം ഉണ്ടാവില്ല. ഓനോ എനിക്കെല്ലാം അറിയുള്ളൂ, പിന്നെ അങ്ങോട്ട് തുടങ്ങും. അങ്ങനെ അത് രാഷ്ട്രീയത്തിലാവാ, മതത്തിലാവാ, കുടുംബത്തിലാവാ, വ്യക്തി ജീവിതത്തിലാവാ, അയൽപക്കങ്ങളിലാവാ, നാട്ടിലാവാ. എന്നിട്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു, ഈ 4 കാര്യങ്ങൾ ഒരാളിലുണ്ടെങ്കിൽ പ്യുവർ 100% ഓ മുനാഫിഖ്. ഒന്നുള്ളെങ്കിലോ 25%, 25% നിഫാഖ് ഉണ്ട്. 2 ഉണ്ടെങ്കിലോ 50% അല്ലേ. നിങ്ങൾ ഇത്ര കൃത്യമായിട്ടല്ലേ. അപ്പൊ ഈ ഇസ്ലാം പുണ്യമെന്ന് പറയുന്ന കാര്യങ്ങൾ, കരാറ് വാഗ്ദത്തം ചെയ്താൽ അത് പൂർത്തിയാക്കുന്നവരാണ്. വസ്വാബിരീന ഫിൽ ബഅസാഇ വല്ലറാഇ വഹീനൽ ബഅസ്, പ്രയാസകരമായ പ്രതിസന്ധികൾ നിറഞ്ഞ കഷ്ടപ്പാട് നിറയുന്ന അവസരങ്ങളിൽ വസ്വാബിരീന, അവര് ക്ഷമ കൈക്കൊള്ളും. എല്ലാത്തിനും പറ്റുന്ന സമയത്ത് ക്ഷമിക്കുക എന്ന് പറഞ്ഞാൽ അത് വലിയ വലിയ പ്രയാസമുള്ള കാര്യമൊന്നുമല്ല. അത് ഞാൻ ക്ഷമിച്ചിരിക്കുന്നു, ആരായിട്ട് നഷ്ടമൊന്നുമില്ല, അങ്ങനെയല്ല, അതും പുണ്യാണ്. നേരെ മറിച്ച് വളരെ പ്രയാസം, പരീക്ഷണത്തിൻ്റെ അങ്ങേ അറ്റം, കഷ്ടപ്പാട്, ദുരിതത്തിൻ്റെ ദുരന്തത്തിൻ്റെ നടുവിൽ നിൽക്കുമ്പോൾ സ്വബർ, പടച്ചോനെ എൻ്റെ തീരുമാനമാണല്ലേ, കഠിനമാണ് പടച്ചോനെ, നിന്റെ പരീക്ഷണമാണല്ലേ, അത് ക്ഷമിക്കാനുള്ള ആ കരുത്ത് കഴിവ്. ഒരു സുഹൃത്ത് എന്നോട് പറഞ്ഞു, അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ ഒരു ഒറ്റപ്പെട്ട ജീവിതം, അങ്ങനെ കുടുംബത്തിൽ നിന്ന് വേണ്ടത്ര സപ്പോർട്ടൊന്നും ഇല്ലാത്തൊരു ഒറ്റപ്പെട്ട ജീവിതം. ആ ഒറ്റപ്പെട്ട ജീവിതത്തിലേക്ക് ഒരു വലിയ കുളിരായിട്ട് അദ്ദേഹത്തിന് ഒരു പേരക്കുട്ടി ഉണ്ടായി. ഉറങ്ങണമെങ്കിൽ ആ കുട്ടി കൂടെ കിടക്കണം, ഭക്ഷണം കഴിക്കണമെങ്കിൽ ആ കുട്ടി ഉണ്ടാവണം. ആ കുട്ടിയെ കാണാതെ വീട്ടിൽ നിന്ന് ഇങ്ങോട്ട് ഇറങ്ങിയാൽ ഭയങ്കര മനപ്രയാസം, ഇടങ്ങേറ്. ആ കുട്ടി ഒരു അപകടത്തിലാണ് മരിക്കുക, 1 വയസ്സോ 1.25 വയസ്സൊക്കെ ആയിട്ട്. അപ്പോൾ അദ്ദേഹം എന്നോട് പറയണേ, അല്ലാഹു തആല ഒരു മനുഷ്യന് കൊടുക്കുന്ന ഏറ്റവും വലിയ നേട്ടം ഈമാനാണ് നിനക്ക് ബോധ്യമായത് ഈ സമയത്താണ്. ആ ഈമാൻ അല്ലെങ്കിൽ ഞാൻ ഇപ്പോൾ എന്തെങ്കിലുമൊക്കെ ആയിട്ടുണ്ടാവും അല്ലേ. ആ ഈമാൻ നൽകുന്ന ഒരു ഉറപ്പ്, സ്വബർ, ക്ഷമ, പ്രയാസങ്ങളിലും ബുദ്ധിമുട്ടുകളിലും യുദ്ധസമാനമായ സന്ദർഭങ്ങളിൽ ഭയപ്പെടുത്തുന്ന, കഷ്ടപ്പെടുന്ന, ഇടങ്ങേറാകുന്ന സന്ദർഭങ്ങളിലൊക്കെ ക്ഷമ അവലംബിക്കുക. ഉലൈകല്ലദീന സ്വദഖു,
അവരാണ് സത്യവാന്മാർ. ആര്? ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ ഉള്ള ആൾക്കാർ അവരാണ്. ഞാൻ മുസ്ലിമാണ് എന്ന് പറഞ്ഞ ആ സത്യം പറഞ്ഞ ആൾക്കാരുണ്ടല്ലോ, ഓരെപ്പറ്റി അടുപ്പി പറഞ്ഞ അത് ഇവരൊക്കെയാണ്. ഉലായിക്കഹുമുൽ മുത്തഖൂൻ, ഇവരാണ് യഥാർത്ഥത്തിൽ മുത്തഖികൾ. നമ്മളിടക്ക് പറയാറില്ലേ മുത്തഖിയാവണേ. യഥാർത്ഥത്തിൽ മുത്തഖി എന്ന് പറയുന്നത് ഈ ഗുണങ്ങളുള്ള ആളുകളാണ്. അപ്പം നിങ്ങൾക്ക് ഏകദേശം കാര്യത്തിൻ്റെ ഒരു ഇത് മനസ്സിലായിട്ടുണ്ടാവും. എന്താണ് ഇസ്ലാമിലെ പുണ്യം എന്ന് പറഞ്ഞാൽ? ഞാൻ നേരത്തെ ഒന്നുണ്ടാക്കി ഈ സൈഡ് നിസ്കരിച്ച് അങ്ങനെ ഇറങ്ങിപ്പോയിട്ട് പിന്നെ നമ്മളെ തോന്നിയ കാര്യങ്ങളൊക്കെ തോന്നിയതുപോലെ ഇങ്ങോട്ട് ചെയ്യുക എന്നത് നമ്മളെ രക്ഷപ്പെടുത്തുന്ന ഒരു പുണ്യമാണോ? അതല്ല. ഇസ്ലാം എന്ന് പറയുന്നത് നമ്മുടെ ജീവിതത്തിലെ മുച്ചൂടും എല്ലാ മേഖലകളിലും നമ്മുടെ കൂടെ ഉള്ളതാണ് എന്ന് നമുക്ക് മനസ്സിലാവുന്നുണ്ടോ? അള്ളാഹു നമ്മളെല്ലാവരെയും കാത്തു രക്ഷിക്കുമാറാവട്ടെ. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വസ്സലാത്തു വസ്സലാമു അലാ റസൂലിഹിൽ അമീൻ വഅലാ ആലിഹി വസ്വഹ്ബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. അയ്യുഹന്നാസ് ഇത്തഖുല്ലാഹ്. അള്ളാഹുവിൻ്റെ വിധിവിലക്കുകൾ സൂക്ഷിച്ചു ജീവിക്കണമെന്ന് ഒന്നുകൂടി ഓർമ്മപ്പെടുത്തുകയാണ്. മാനുഷികമായ നന്മകളുടെ കൂട്ടത്തിൽ നമ്മൾ പ്രത്യേകം എടുത്തു പറയേണ്ട, നമ്മളിലൊക്കെ നിർബന്ധമായി ഉണ്ടായിരിക്കേണ്ട ഒരു മാനുഷിക ഗുണമാണ് കരുണ എന്ന് പറയുന്നത്. കരുണയുള്ളവനാവുക. എന്താണ് കരുണ എന്ന് പറഞ്ഞാൽ? എന്താ കരുണ എന്ന് പറഞ്ഞാൽ? മറ്റുള്ളവരുടെ പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും കഷ്ടപ്പാടുകളും നമ്മുടെ മനസ്സിനെ ഒന്ന് ഇളക്കുക, അത് നമ്മുടെ മനസ്സിനെ ഒരു പ്രകമ്പനം കൊള്ളിക്കുക, അത് നമ്മുടെ വേദനയായി, നമ്മുടെ പ്രയാസമായി, നമ്മുടെ ഇടങ്ങേറായി നമുക്ക് അനുഭവപ്പെടുക. അത് പരിഹരിക്കാൻ നമ്മളെ കൊണ്ട് എന്താണോ ചെയ്യാൻ പറ്റുക അത് ചെയ്യാൻ നമ്മൾ ശ്രമിക്കുക. ഇതാണല്ലോ കരുണ ഉള്ളവൻ്റെ അടയാളം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരിക്കൽ തൻ്റെ പേരക്കുട്ടിയെ ചുംബിച്ചപ്പോൾ അത് കണ്ടുകൊണ്ടിരുന്ന ഒരാൾ പറഞ്ഞു, എനിക്ക് ഒരുപാട് കുട്ടികളുണ്ട്, 8-10 കുട്ടികളുണ്ട്, ഞാൻ ഇതുവരെ ഒരു കുട്ടിയെയും ചുംബിച്ചിട്ടില്ല. അപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അയാൾക്ക് കൊടുത്ത മറുപടി എന്താ അറിയോ? എൻ്റെ മനസ്സിൽ നിന്ന് അള്ളാഹു കാരുണ്യം എടുത്തു കളഞ്ഞിട്ടുണ്ടെങ്കിൽ എനിക്കൊന്നും ചെയ്യാൻ പറ്റില്ല. അത് മനസ്സിൽ അള്ളാഹ് കൊടുക്കുന്ന ഒരു കാരുണ്യാണ്, കരുണ. നോക്കൂ നിങ്ങൾ, നമ്മളെപ്പോഴും അള്ളാഹിൻ്റെ കരുണയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കാറില്ല. പടച്ചോനെ കരുണ ചെയ്യണേ എന്ന്, അള്ളാഹുവേ കരുണ കാണിക്കണേ എന്ന് നമ്മൾ റഹ്മാൻ റഹീമായ അള്ളാഹിനോട് നമ്മളെപ്പോഴും പ്രാർത്ഥിക്കാറില്ലേ? അള്ളാഹുവിൻ്റെ കാരുണ്യം ഒരു മനുഷ്യന് കിട്ടണമെങ്കിൽ അതിന് അള്ളാഹു വെക്കുന്ന ഒരു നിബന്ധനയുണ്ട്. നോക്കൂ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞതായിട്ട് അൻ അബ്ദുല്ലാഹി ഇബ്നു അംർ റളിയല്ലാഹു അൻഹു ഖാല ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അർറാഹിമൂൻ യർഹംഹുമുർ റഹ്മാൻ. മറ്റുള്ളവരോട് കരുണ കാണിക്കുന്നവർ അവരോട് അള്ളാഹു കരുണ കാണിക്കും. ഇർഹമൂ മൻ ഫിൽ അർളി, ഇർഹമൂ മൻ ഫിൽ അർളി, ഭൂമിയിൽ ഉള്ളവരോട് നിങ്ങൾ കരുണ കാണിക്കുവിൻ എങ്കിൽ യർഹംകും മൻ ഫിസ് സമാ, ആകാശത്തുള്ളവൻ നിങ്ങളോട് കരുണ കാണിക്കും. ഈ ഭൂമിയിലുള്ളവരോട്, അത് മനുഷ്യരാവാം, പറവകളാവാം, മൃഗങ്ങളാവാം, ആരാവാം, അവയോട് നിങ്ങൾ കരുണ കാണിക്കുക. അങ്ങനെ നിങ്ങൾ കരുണ കാണിക്കുമ്പോൾ അള്ളാഹു നിങ്ങളോട് കരുണ കാണിക്കും. നമുക്ക് പ്രയാസമൊന്നുമില്ല, നമുക്ക് സുഖമാണ്, നമുക്ക് ബുദ്ധിമുട്ടൊന്നുമില്ല. പക്ഷേ നമ്മുടെ ചുറ്റുപാടുകളിൽ ഒരുപാട് ആളുകൾ വേദനിക്കുന്നു, കഷ്ടപ്പെടുന്നു. അവരുടെ വേദന നമ്മളെ തീരെ സ്പർശിക്കുന്നില്ല. അവരുടെ സങ്കടങ്ങൾ നമ്മളെ ഉറക്കം കെടുത്തുന്നില്ല. അവരുടെ പ്രയാസങ്ങൾ നമ്മളിൽ അസ്വസ്ഥത ഉണ്ടാക്കുന്ന ചില ആളുകളൊക്കെ നമ്മളെ കാണുമ്പോൾ പറയാം, ഉസ്താദ് ആകെ ഇടങ്ങേറുണ്ട്, ഞാൻ അന്ന് അവിടെ ഒരു വീട്ടിൽ പോയി, ആ ആൾക്കാരെ ഒരു ഇടങ്ങേറ് കണ്ടിട്ട് ഭക്ഷണം കഴിക്കാനൊന്നും തോന്നുന്നില്ല, രാത്രി കിടന്നിട്ട് ഉറക്കം വരുന്നില്ല, കണ്ണിലിങ്ങനെ കാണുക. ഭാഗ്യവാന്മാരാണത്, ഭാഗ്യവാന്മാരാണ്. മറ്റുള്ളവരുടെ പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും നമ്മുടെ കണ്ണ് നിറക്കുന്നെങ്കിൽ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ മദീനത്തെ പള്ളിയിൽ ഇരിക്കുമ്പോൾ ഒരു സംഘം ആളുകൾ ഇങ്ങനെ പ്രവാചകന്റെ പള്ളിയുടെ നേരെ വരിക, കുട്ടികളും സ്ത്രീകളും അടങ്ങുന്ന ഒരു സംഘം. ദീർഘയാത്ര, മുടിയൊക്കെ ആകപ്പാറി പൊട്ടി പിടിച്ച്, വസ്ത്രങ്ങളൊക്കെ കീറി, ചെരുപ്പ് കാലുമ ചെരുപ്പില്ല, ആകപ്പാടെ ദരിദ്രരുടെ ഒരു കൂട്ടവരുന്ന്.
സഹാബത്ത് പറയണേ, പ്രവാചകന്റെ മുഖം വല്ലാതെ മ്ലാനമായി, മുഖം ഇരുണ്ടുപോയി. പ്രവാചകന്റെ മുഖത്ത് സങ്കടം ഇങ്ങനെ തളം കെട്ടി നിൽക്കുക. ഇതിങ്ങനെ ഇവരൊന്നും പറഞ്ഞില്ല, ഒരെ കണ്ടിട്ടുള്ളൂ. വിശന്ന് വയറൊട്ടി അങ്ങനെ ഒരു കൂട്ടാൾക്കാർ. നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം എഴുന്നേറ്റിട്ട് തൻ്റെ ഭാര്യമാർ താമസിക്കുന്ന ആ വീടിൻ്റെ മുന്നിൽ കൂടെ ഒക്കെ പോയി. എന്തേലും ഉണ്ടോ? ആരെടുത്തൊന്നുമില്ല. പ്രവാചകൻ വന്ന് കൂട്ടരോട് പറഞ്ഞു, നമ്മുടെ കൂട്ടത്തിലേക്ക് ചിലർ വന്നിട്ടുണ്ട്, പ്രയാസത്തിലാണ്, എന്തേലും ഉണ്ടോ സഹായിക്കാൻ? ആരെടുത്തൊന്നുമില്ലാത്ത കാല, എല്ലാവരും ഇങ്ങനെ ഇരുന്ന്. അപ്പോൾ ഒരാൾ പെട്ടെന്ന് എണീറ്റ് പോയി. അയാൾ ഒരു പിടി കാരക്കയും ഒരു 2-3 പഴയ ഡ്രസ്സുമായിട്ട് വന്ന് അതിങ്ങനെ റസൂൽ ആ കാരക്ക വാങ്ങിയ സ്ഥലത്ത് വെച്ച് ആ പഴയ ഡ്രസ്സ് ഇവിടെ വെച്ചു. ഇത് കണ്ടപ്പോൾ ബാക്കിയുള്ള ആൾക്കാർക്ക് തോന്നി, ഇത്രയൊക്കെ മതിയെങ്കിൽ എൻ്റെ അടുത്തുണ്ടല്ലോ. എല്ലാവരും ഓടി. കുറച്ച് കഴിഞ്ഞപ്പോൾ ഭക്ഷണത്തിൻ്റെ ചെറിയൊരു കൂമ്പാരം, വസ്ത്രങ്ങളുടെ ഒരു കൂമ്പാരം. സഹാബത്ത് പറയണേ, പ്രവാചകന്റെ മുഖം പൂർണ്ണചന്ദ്രനെ പോലെ പ്രകാശിക്കുന്ന ഞങ്ങൾ കണ്ടു. എന്തേ? ആ സാധുക്കളെ സഹായിക്കാനുള്ള ഒരു അവസ്ഥ ഉണ്ടായപ്പോൾ ഉണ്ടായ സന്തോഷം, സഹായിക്കാനില്ലാത്ത അവസ്ഥയിലെ സങ്കടം അല്ലേ? ഒരു മനുഷ്യൻ്റെ ഇടങ്ങേറ് കേൾക്കുമ്പോഴേ ചിലപ്പോൾ നമുക്ക് ഇടങ്ങേറല്ല, ഓൻ്റെ അടുത്ത് പോയാൽ ഓൻ്റെ ഇടങ്ങേറ് ഇങ്ങനെ കേൾക്കേണ്ടി വരും. ഞാൻ അങ്ങോട്ടില്ല, കേൾക്കാൻ പോലും ക്ഷമല്ല, കേൾക്കാൻ ക്ഷമല്ല, അതുകൊണ്ട് കൊടുക്കണ്ട. ഓൻ്റെ ഇടങ്ങേറൊന്ന് കേൾക്കാൻ ഓനെ കുറച്ച് ആശ്വാസം കിട്ടുകയാണെങ്കിലോ അല്ലേ? അപ്പോൾ നമ്മുടെ ചുറ്റുപാടുള്ളവരോട് കരുണ കാണി. പ്രവാചകൻ ഇരിക്കുമ്പോണ്ട് ഒരു ഒട്ടകണ്ട് ഇങ്ങനെ ആകെ എല്ലും തോലുമായിട്ട് കണ്ണിന്ന് വെള്ളമൊലിപ്പിച്ചിങ്ങനെ വരുന്നത്. പ്രവാചകന്റെ മുമ്പിലെത്തി ആ ഒട്ടകം ഇങ്ങനെ നിന്ന് എലിഞ്ഞൊട്ടി വയസ്സായിട്ടക. പ്രവാചകൻ ആ ഒട്ടകത്തിൻ്റെ അവസ്ഥ കണ്ടപ്പോൾ ഇടങ്ങേറ് തോന്നി. റസൂൽ ചോദിച്ചു, ഈ ഒട്ടകാരുടെ അംഗക്കാർക്കെല്ലാം അറിയിച്ചു. അപ്പോൾ ആരോ പറഞ്ഞു, മൻ റബ്ബു ഹാദൽ ജമൽ, ഈ ഒട്ടകത്തിന്റെ ഉടമസ്ഥ ആരായിച്ച്? ലിമൻ ഹാദൽ ജമൽ, ആരാ? ദാർദ ഒട്ടകം. അപ്പോ അൻസ്വാരികളിൽപ്പെട്ട ഒരു ചെറുപ്പക്കാരൻ വന്നിട്ട് പറഞ്ഞു, ലീ യാ റസൂലല്ലാഹ്, നിന്റെ ഒട്ടക റസൂൽ. അപ്പൊ റസൂൽ പറയാണ്, അഫലാ തത്തഖില്ലാഹ ഫീ ഹാദിഹിൽ ബഹീമ, ഈ നാക്കാലിയുടെ കാര്യത്തിൽ എനിക്ക് അല്ലാഹനെ പേടില്ലേ? ഈ നാക്കാലി അവനാന്റെ കുട്ടിയൊക്കെ തിന്നാൻ കൊടുക്കാത്തവരുണ്ട്. അപ്പടി ഇപ്പടി പോയി പെണ്ണും കെട്ടി കുട്ടികളുമായിട്ട് തിരിഞ്ഞു നോക്കാതെ എന്നെ കൊണ്ടാവില്ല, കണ്ടത് കുട്ടിക്കോ ഇജ്ജ് കേസ് കൊടുത്തോ എന്നൊക്കെ പറഞ്ഞ് വെല്ലുവിളിക്കുന്ന ആൾക്കാരുണ്ട്. റസൂലുള്ളാഹിന്റെ വാക്കുണ്ട് കേട്ടോ, മറക്കണ്ട. ഉപജീവനം നൽകേണ്ടവർക്ക് അത് നൽകാതിരിക്കൽ മാത്രം മതി ഓ നരകാവകാശിയാവന്ന. എനിക്ക് കുട്ടികളുണ്ടെങ്കിൽ തിന്നാൻ കൊടുക്കേണ്ട ചുമതല ഇരിക്കുക. അത് ഞാൻ കൊടുക്കാതെ ഞാൻ എത്ര പള്ളി ഉണ്ടാക്കിയിട്ടും കാര്യമല്ല, കഴിച്ചില്ലാവൂലാന്നാ. അതിൻ്റെ ഉത്തരവാദിത്ത മാതാപിതാക്കൾ. ചില ആൾക്കാരുണ്ട് വയസ്സായ മാതാപിതാക്കളെ നോക്കാത്തല്ലേ, ഓല് സുഖമായി, ഓല് വീടും വെച്ച് അവിടെ ഇവിടെ യൂറോപ്പിലാണ്, ആസ്ട്രേലിയയാണ്, കാനഡയാണ്, സൗദി അറേബ്യയിലാണ്, ഇവിടെ അവരങ്ങനെ കഴിഞ്ഞു പോവുക ഉണ്ടോ ഇല്ലേ? ആൾക്കാർ അല്ലേ? റസൂൽ ചോദിക്കുകയാണ്, ഈ നാക്കാലിൻ്റെ കാര്യത്തിൽ എനിക്ക് പടച്ചോനെ പേടില്ലേ അല്ലേ? എന്നിട്ട് പറഞ്ഞ് അത് തിന്നാൻ കൊടുക്കുകയാണ് അല്ലേ? അപ്പോൾ നമ്മുടെ ചുറ്റുപാടുള്ളവർ പെരുമഴയൊക്കെ പെയ്യുമ്പോഴേ കുറേ ഇടങ്ങേറുന്ന ആൾക്കാരുണ്ടാവും. രോഗത്തിൻ്റെ, പട്ടിണിയുടെ, പ്രയാസത്തിൻ്റെ, ബുദ്ധിമുട്ടിൻ്റെ ഒക്കെ ഭയങ്കര ഇടങ്ങേറുന്ന ആൾക്കാരുണ്ടാവും. ആരും ചിലപ്പോൾ ചോദിച്ചു വരില്ല, അഭിമാനം കൊണ്ട് ചോദിക്കാൻ പറ്റാത്ത ആൾക്കാരുണ്ടാവും. നമ്മൾ ഉണ്ടാവണം സമൂഹത്തിൽ. ഒരു നല്ല മനുഷ്യൻ്റെ അടയാളമായിട്ട് പണ്ഡിതന്മാർ രേഖപ്പെടുത്തിയ കാര്യങ്ങൾ, ഒരു നല്ല മനുഷ്യൻ്റെ അടയാളം, അയാൾ വരുമ്പോൾ ആൾക്കാർക്ക് സമാധാനമാണ്, അയാളെ കാണുമ്പോൾ ആൾക്കാർക്ക് സന്തോഷമാണ്, അയാൾ അടുത്തുണ്ടാകുമ്പോൾ ആൾക്കാർക്ക് ആശ്വാസമാണ്. അങ്ങനത്തെ ഒരു മനുഷ്യനുണ്ടെങ്കിൽ അയാളാണ് നല്ല മനുഷ്യനാണ്. മൂപ്പര് വരുന്നുണ്ട്, അതൊരു സമാധാനം. പെരീക്ക് ഒരു വീട്ടിലേക്ക് നമ്മൾ കയറി ചെല്ലുമ്പോൾ വരുന്നുണ്ട് കേട്ടോ, ഒന്നുമില്ല, ചിലപ്പോൾ ഒന്നും ഉണ്ടാവില്ല, എന്നാലും ആ വീട്ടുകാർക്കറിയാം എപ്പോഴെങ്കിലും ഒരു ഉപകാരം അയാളെ കൊണ്ട് കിട്ടിയേക്കും, ഒരു സമാധാനം അല്ലേ? പട്ടിണിയുടെ പ്രാരാബ്ധത്തിൻ്റെയൊക്കെ സമയത്ത് ചില ആളുകളൊക്കെ വീട്ടിൽ വന്നിട്ട് അവർ തരുന്ന ചെറിയൊരു സഹായം പോലും ഒന്നുമില്ല, ഒരു 2 കിലോ അരി വാങ്ങി തന്നാൽ, ഒരു വീട്ടിൽ ഒരു മരണം ഉണ്ടായപ്പോൾ ചോദിക്കാൻ മടിയാണെങ്കിൽ നമ്മൾ ചോദിച്ചു, അവിടെ പ്രയാസമുണ്ടോ? ഒരിക്കലും പ്രയാസങ്ങൾ പറയാത്ത ആ വീട്ടിലെ ഒരു സ്ത്രീ പറഞ്ഞു, പക്ഷെ അരി വേണ്ടീന്, കുറച്ച് പഞ്ചസാര വേണ്ടീന്, ആളുകൾ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ്, ഒരു ചായ കൊടുക്കാൻ ചായപ്പൊടി പോലും ഇല്ല. ആരാ നോക്കല്? നമ്മൾ ചെല്ലും, മയ്യത്തിനങ്ങൾ നോക്കും, നമ്മൾ പോരും. അതിനപ്പുറത്തേക്ക് അതിൻ്റെ അപ്പുറം ഒരു വീട്ടിലെ ഗ്രഹനാഥനൊക്കെ മരിച്ചാൽ ആ വീടിൻ്റെ അവസ്ഥ നിങ്ങൾക്കറിയോ? നമ്മൾ ആ മയ്യത്ത് കിടത്തിയ റൂമിൻ്റെ അപ്പുറത്തേക്ക് കാണാറില്ലല്ലോ. അവിടെയുള്ള തേങ്ങലുകളും ആ ഇരുട്ടൊക്കെ ഉണ്ടല്ലോ, അത് ആ മരണം കൊണ്ട് മാത്രമുള്ള തേങ്ങലല്ല, ഭാവിയിലേക്ക് നോക്കുമ്പോഴുള്ള പേടി കൂടി ഉണ്ട്. അവിടെ ആശ്വാസങ്ങളാവുക.
പ്രയാസപ്പെടുന്നവർക്ക്, കഷ്ടപ്പെടുന്നവർക്ക്, അല്ലേ, അതൊരു നമ്മളിങ്ങനെ ചെല്ലും. നമ്മൾ ഈ ലോകത്ത് ജീവിച്ചിട്ട് നാളെ നമ്മളത് ഇല്ലാതാവുമ്പോൾ മൂപ്പർ പോയതൊരു നഷ്ടമായിട്ടോ എന്ന് പറയാൻ ഈ ലോകത്ത് ആളുണ്ടാവണം. അങ്ങനെ അവർക്ക് വേണ്ടി അവരിലൊരാളായി ചേർന്ന് നിൽക്കാൻ നമുക്ക് പറ്റണം. അള്ളാഹു നമ്മളെല്ലാവരെയും അനുഗ്രഹിക്കുമാറാവട്ടെ. കരുണയുള്ളവരുടെ കൂട്ടത്തിൽ അള്ളാഹു നമ്മളെ ഉൾപ്പെടുത്തുമാറാവട്ടെ. അള്ളാഹുവിൻ്റെ കാരുണ്യം ലഭിക്കുന്ന ഭാഗ്യവാന്മാരിൽ അള്ളാഹു നമ്മളെ ഉൾപ്പെടുത്തുമാറാവട്ടെ. കഠിനമായ ഹൃദയവുമായി ദുഷ്ടജീവിതം നയിക്കുന്ന ദൗർഭാഗ്യവാന്മാരുടെ കൂട്ടത്തിൽ നിന്ന് അള്ളാഹു നമ്മളെയൊക്കെ കാത്തു രക്ഷിക്കുമാറാവട്ടെ. അല്ലാഹുമ്മ ഗഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത് വൽ അഹ്യാഇ മിൻകും വൽ അംവാത്ത് ഇന്നക മുജീബു ദഅവതി യാ ഖാദിയൽ ഹജാത്ത്. അല്ലാഹുമ്മ തഖബ്ബൽ മിന്നാ ഇന്നക അൻത സമീഉൽ അലീം വതുബ് അലൈനാ ഇന്നക അൻത തവ്വാബുർ റഹീം വഗ്ഫിർ ലനാ യാ ഗാഫിറൽ മുദ്നിബീൻ. اللهم ربنا تقبل منا انك انت السميع العليم. اللهم ربنا هب لنا من ازواجنا وذرياتنا قرة اعين واجعلنا للمتقين اماما. اللهم ربنا اغفر لنا ولوالدينا. اللهم رب ارحمهما كما ربياني صغيرا. ربنا اتنا في الدنيا حسنه وفي الاخره حسنه وقنا عذاب النار.